രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ADGP MR അജിത് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. സാർ, എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടുമാണ് നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് മുണ്ടക്കയും അതിനപ്പുറത്തുള്ള ഭാഗത്തുള്ള ലൈവായിട്ടുള്ള ആൾക്കാർ ലൊക്കേറ്റ് ചെയ്ത് റെസ്ക്യൂ എന്നുള്ളതാണ്. ഇപ്പോൾ കേരള പോലീസിന്റെ SOG, അതിന്റെ SP, NDRFന്റെ ടീമുണ്ട്, ആർമിയുടെ ടീമുണ്ട്, ഇത്രയും പേര് ഫയർഫോഴ്സ് ടീമുണ്ട്. ഈ 4 പേരും പോലീസിന്റെ K9 സ്ക്വാഡ്. ഈ ഇത്രയും 5 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ വേരിയസ് സെക്ടർ തിരിച്ച് അവിടെ ഇപ്പം സെർച്ച് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുന്നത് മാപ്പ് നോക്കിയിട്ട് ലൈവ് ബിൽഡിംഗ്സ് മാപ്പിൽ നോക്കിയതിനു ശേഷം ആ ബിൽഡിംഗ്സ് ഉള്ള ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നത്. പല സ്ഥലത്തും ലൈവായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാർ നമ്മൾ ഓൾറെഡി തന്നെ റെസ്ക്യൂ കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതായത് ഡാമേജ് ആവാത്ത പോർഷൻസിൽ ആ പോർഷൻസിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. ആ പോർഷൻസിൽ മൂവ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പ്രാഥമികമായിട്ട് നമ്മുടെ ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് മുണ്ടക്കൈ ഭാഗം ഓൾമോസ്റ്റ് ഇനണ്ടേറ്റഡ് ആണ്. ചെളിയുണ്ട്, ബിൽഡിംഗ് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഇനി മറ്റെന്തെങ്കിലും റിക്കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള എക്സിസ്റ്റിംഗ് മെഷീനറീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഹെവി മെഷീനറി വന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സാധനം പൊളിയാൻ പറ്റത്തുള്ളൂ. ആർമിയുടെ ബെയിലി ബ്രിഡ്ജ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആർമിയുടെ ക്യാപ്റ്റൻ പറയുന്നത് നാളത്തോടുകൂടി, നാളെ ഈവനിങ്ങാണ് പറയുന്നത്, പരമാവധി ഇന്ന് രാത്രി ചെയ്ത് നാളെ രാവിലെയെങ്കിലും ബെയിലി ബ്രിഡ്ജ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെവി മെഷീനറീസ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഹെവി മെഷീനറീസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുണ്ടക്കൈ ഭാഗത്തുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഓപ്പണായിട്ട് സെർച്ച് ചെയ്യാനും കുറച്ചും കൂടെ ഒരുപക്ഷെ മറ്റ് റിക്കവറീസ് നടത്താനും പറ്റും. ടൈം ലിമിറ്റ് ഒന്നും പറയാൻ കഴിയില്ല എന്നറിയെങ്കിലും നമുക്ക് എത്ര ടൈം ലിമിറ്റ് നമ്മളിപ്പോൾ നോക്കുന്ന ഇന്ന് പരമാവധി ലൈവായിട്ടുള്ള ആൾക്കാർ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ടാസ്ക്. ജീവനുള്ള ആൾക്കാർ എത്രയും നേരത്തെ ആ പരിസരത്ത് എല്ലാ ആൾക്കാർ റിക്കവർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റ് എക്സ്കവേഷൻസും മറ്റ് സാധനം നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ന് പരമാവധി നമ്മുടെ കയ്യിൽ നോക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഒരുപക്ഷെ നാളെ മറ്റ് മെഷേഴ്സ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലീൻ നോക്കാം. ഹെലികോപ്റ്റർ ഒബ്സർവേഷനൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്താണ്? സ്വാഭാവികമായിട്ടും ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടാണ് ഹെലികോപ്റ്റർ നോക്കുന്നത്. അത് ഹെലികോപ്റ്ററിന്റെ ഒരു 2 ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതുവഴി പോകുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ ഒരുപക്ഷെ അത് ഇൻഡിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഏരിയയിലേക്ക് അവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും. അതാണ് ബേസിക്കലി. അതല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ക്യൂ. അപ്പോൾ നിലവിലിപ്പോൾ ഇവിടുന്ന് ഫിസിക്കലി കൊണ്ടുപോകാനായിട്ട് ഹെലികോപ്റ്ററിന്റെ ആവശ്യം നമുക്കില്ല. കാരണം ഇപ്പം തന്നെ നമുക്കിവിടെ ഓൾമോസ്റ്റ് ഞങ്ങളൊരു ടെമ്പററി ആയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ടെമ്പററി ആയിട്ടുള്ള പാലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതിനകത്തുള്ള ആൾക്കാരെ ഫിസിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം നിലവിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റു സർവീസിന്റെ ആവശ്യമില്ല. ആകെയുള്ള ഇഷ്യൂ എവിടെയാണ് ആൾക്കാരുള്ളത് ലൊക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തെ അവിടുത്തെ ഇനി ബാക്കി സെർച്ച് ഓപ്പറേഷൻസിനും എക്സ്കവേഷൻസിനുമാണ് മെഷീനറി വേണ്ടത്. CM നാളെ എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുമായിട്ട് ഭാഗമായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ അല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് VVIPs ഇന്നും നാളെ വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ഈ രക്ഷാദൌത്യത്തെക്കുറിച്ച് ഇവിടെ നടക്കുന്ന കേരള പോലീസിന്റെയും അതുപോലെ മറ്റ് ഇന്ത്യൻ സേനകളുടെയും ഒക്കെ സംയുക്തമായ ഈ ദൌത്യത്തെക്കുറിച്ചാണ് ADGP MR അജിത് കുമാർ പ്രതികരിച്ചത്. എത്രയും വേഗം ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കുക, അതുതന്നെയാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹം വ്യക്തമാക്കുന്നത്. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ ഇന്ന് കൂടുതൽ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് DGP MR അജിത് കുമാറും പറയുന്നത്. കാരണം ഇന്നലത്തെ ദിവസം നമ്മൾ പൂർണ്ണമായും അങ്ങ് വിറങ്ങലിച്ച് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതായിരുന്നു നമ്മൾക്ക് മുന്നിലുണ്ടായിരുന്ന ആശങ്കയിൽ ഇന്ന് കൂടുതൽ കോർഡിനേഷൻ സാധ്യമാവുന്നുണ്ട് എന്നതാണ്. അങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ആ പുഴ മറികടന്ന് അപ്പുറം എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് നമ്മുടെ കൂടുതൽ വേഗം കൈവന്നിരിക്കുന്നത്. പക്ഷേ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമാവണം, എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ, വാഹനങ്ങളൊക്കെ അവിടേക്ക് കടത്തിവിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം വേണ്ടി വരുന്നതും അങ്ങനെയാണ്. ഈ മുണ്ടക്കൈ ഗ്രാമത്തെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നാളുകളെടുക്കും. പക്ഷേ നമുക്കിപ്പോൾ അടിയന്തരമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക, അവർക്ക് ചികിത്സ നൽകുക, ഭക്ഷണവും വെള്ളവും നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അവിടേക്കാണ് ഇടപെടൽ വേണ്ടി വരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലൊക്കെ വേണം. പക്ഷേ ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയണം. കാരണം അവിടേക്കുള്ള ഗതാഗത മേഖലകളിലൊക്കെ വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് മറികടന്നുകൊണ്ട് ആ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ നമുക്കതിനെ അതിജീവിച്ച് ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അവിടുത്തെ സാഹചര്യം. പ്ലാന്റേഷൻ മേഖലയിൽ കുടുങ്ങിപ്പോയത് നിരവധി ആളുകളാണ്. അവർക്ക് പലർക്കും പുറത്തേക്കെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. ചികിത്സ ആവശ്യമുള്ളവരുണ്ട്, അവരെ കൂടുതൽ ആവശ്യമുള്ള ചികിത്സാ ഇടങ്ങളിലേക്ക് മാറ്റുന്നു. വിദഗ്ധ ചികിത്സ വേണ്ടവരെ കൂടുതൽ മികച്ച ആശുപത്രികളിലേക്ക് മാറ്റുന്നു. മറ്റ് മെഡിക്കൽ സംഘങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു, അവർക്ക് അവിടെ എത്തി ചികിത്സ നൽകുന്നുണ്ട്. ഇതാണ് നമ്മുടെ രക്ഷാദൗത്യം ഇപ്പോൾ ആ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. VV അരുൺ,
ഉണ്ട് ചേരുന്നു. അരുൺ, നേരത്തെ എം ആർ അജിത് കുമാർ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനവും അതിന്റെ ദൗത്യ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആണോ ഇപ്പോൾ ഈ അരുൺ നിൽക്കുന്ന ഈ ചൂരൽമലയും ഒപ്പം ഈ മുണ്ടക്കൈ ഗ്രാമമേഖലയും ചേരുന്ന പ്രദേശം? ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ അരുണിന് പിന്നിലൂടെ നിൽക്കുന്ന ഈ മേഖല മലവെള്ളം ഒലിച്ചുപോയ മേഖലയാണ്. ആ മേഖലയുടെ ഒരു പൊതു പ്രത്യേകതയും ഒപ്പം രക്ഷാപ്രവർത്തനങ്ങളുടെ കോർഡിനേഷനും എങ്ങനെയാണ് അരുൺ പുരോഗമിക്കുന്നത്? ദുരന്തം വിധിച്ച ഇടങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ന്യൂസ് 18 സംഘം പല സംഘങ്ങളായി വേർതിരിഞ്ഞുകൊണ്ട് ആ ദുരന്ത മേഖലകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആ സാഹചര്യങ്ങൾ കാണാനും ഒപ്പം നിങ്ങളിൽ എത്തിക്കാനും ശ്രമിക്കുന്നത്. വീടിന്റെ കോൺക്രീറ്റ് പൊളിച്ച് മേൽക്കൂര പൊളിച്ച് അവിടേക്കുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ്. എല്ലാ ദൃശ്യങ്ങൾ കാണാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. മുണ്ടക്കൈ between 1:20 a.m. to 4 a.m. in the wee hours on Monday. Now the rescue personnel from NDRF, Indian Army, Indian Navy are rescuing and trying to find out. വി വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം ആർ അജിത് കുമാർ പറയുന്നു ഇന്ന് ഈ രണ്ടാം ദിവസം പോയതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഇവിടെയുണ്ട്. അരുൺ തുടരാം. അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലം നിർമ്മാണമാണ് ഇന്നിവിടെ നടക്കേണ്ടത്. പാലം നിർമ്മാണമാണ് പ്രധാനമായി നടക്കേണ്ടത്. കാരണം ഇതൊരു 3 മേഖലകൾ, അതായത് ചൂരൽമല, അട്ടമല, അതുപോലെ തന്നെ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ആയിരുന്നു ഈ ചൂരൽമല. എല്ലാ ഡിവിഷനുകളുടെയും ഒരു സംഗമ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ആളുകൾ, 3 ഡിവിഷനുകളിലെ ആളുകൾക്കും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ട ഒരു സ്ഥലം. അതാണ് ഇതിന്റെ പ്രാധാന്യം. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ചൂരൽമലയ്ക്ക് ഈ പാലത്തിന് ഇപ്പുറമാണ്. ഈ ഇവിടെ NDRFന്റെ സേനാംഗങ്ങൾ നിൽക്കുന്ന ഭാഗമാണ് പാലം ഉണ്ടായിരുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള പാലമാണ് 170 മീറ്ററോളം പൂർണ്ണമായും ഈ വെള്ളത്തിൽ ഒലിച്ചുപോയത്, വെള്ളം എടുത്തുപോയത്. അതുകൊണ്ട് തന്നെ ഈ 2 ഭാഗത്തെയും മുണ്ടക്കയിലെയും അതുപോലെ തന്നെ അട്ടമലയിലെയും ജനങ്ങൾക്ക് ചൂരൽപ്പാറയുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള ഏക വഴിയായിരുന്നു ഇത്. അതാണ് ഒലിച്ചുപോയത്. അത് നിർമ്മിച്ചാൽ മാത്രമേ ഈ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റ് എല്ലാ ഘട്ടങ്ങളും വേഗത്തിൽ നടക്കൂ. ഒരു പ്രധാന വിവരം എം ആർ അജിത് കുമാർ പറഞ്ഞത്, ബെയിലി പാലം ഇന്ന് പൂർത്തിയാകില്ല, നാളെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കാനാണ് ആർമി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി വേഗത്തിൽ വേണമെന്ന ആവശ്യം സംസ്ഥാന പോലീസും മറ്റും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പരമാവധി വേഗത്തിൽ തീർക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഈ പാലം നിർമ്മാണം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പുഴ ഒഴുകുന്നത്